നമസ്കാരം. ഏറ്റവും വില കുറഞ്ഞ ഒരു പച്ചക്കറിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വെണ്ടയ്ക്ക. ഇത് നമ്മൾ നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഒരു കറിയായിരുന്നു, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കറി. ഷുഗർ കുറയ്ക്കാൻ നമ്മളെ വളരെയേറെ സഹായിക്കുന്ന ഒരു കറി. എങ്കിൽ ഇന്നത്തത് ജസ്റ്റ് ഒരു ഡ്രിങ്കാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഡ്രിങ്ക്. ഇതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡ്രിങ്കിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ശരീരത്തിൽ വളരെയേറെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന മൈക്രോഫ്ലോറ, നമ്മുടെ വയറിനകത്തുള്ള സൂക്ഷ്മാണുക്കളുടെ ഏറ്റവും നല്ല ഒരു ഭക്ഷണം തന്നെയാണ് ഈ ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ ഈ ഒരു വെണ്ടയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന സോലുബിൾ ഫൈബർ. അത് സത്യം പറയാൻ അത്ഭുതപ്പെട്ടു പോകാം. 50% ഇതിനകത്ത് വളരെയധികം ഫൈബറാണ് കൂടുതൽ. 10 ഗ്രാം ഫൈബറുണ്ട് 100 ഗ്രാം വെണ്ടയ്ക്കകത്തെങ്കിൽ. വെണ്ടയ്ക്കയുടെ ഇംഗ്ലീഷ് നെയിം എന്ന് പറയുന്ന ലേഡീസ് ഫിംഗറാണ്. ഓക്ര എന്ന് പറയുന്ന ഹിന്ദി നെയിമാണ്. അപ്പോൾ ഇതിനകത്ത് 9-10 ഗ്രാം ഫൈബർ ഉള്ളതിൽ 50% സോലുബിൾ ഫൈബറാണ്. ഇൻസോലുബിൾ ഫൈബറും സോലുബിൾ ഫൈബറിൻ്റെയും കലവറയാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ അത്ഭുത ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇതേ രീതിയിൽ ഒരു ഡ്രിങ്കാക്കി തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ ഈ നാരുകൾ എന്ന് പറയുന്നത് ഇൻസോലുബിൾ ഫൈബർ നാരുകൾ, അതായത് വെള്ളത്തിൽ അലിയാത്ത നാരുകൾ നമുക്ക് മലശോധനയ്ക്ക് നല്ലതാണെങ്കിൽ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ എന്താ പറയുക രോഗപ്രതിരോധ ശേഷിക്ക് മാത്രമല്ല നമ്മുടെ ഷുഗർ ലെവൽ വളരെയധികം കുറയ്ക്കാൻ ഇതേറെ സഹായിക്കും. എല്ലാ ദിവസവും സ്ഥിരമായിട്ട് രാത്രിയിൽ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കുടിച്ചു നോക്കൂ. നല്ല വ്യത്യാസമുണ്ടാകാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിൻ്റെ ചില കോമ്പിനേഷൻസ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഡ്രിങ്കിനുള്ളത്. അപ്പോൾ ഈ സൂക്ഷ്മാണുക്കളുടെ ഭക്ഷണമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സോലുബിൾ ഫൈബർ ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ നമ്മുടെ വൻകുടലിൽ എത്തിക്കഴിയുമ്പം ഇത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡായിട്ട് മാറിയിട്ട് അതിൻ്റെ ഭക്ഷണമായി മാറുകയാണ്. എന്തൊരു അത്ഭുതമായ കാര്യം. അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ മൈക്രോഫ്ലോറ ഭയങ്കര ആക്റ്റീവ് ആവും. അപ്പോൾ അതിൻ്റെ ഡൈജസ്റ്റബിലിറ്റി, നമ്മളുടെ വയറിനകത്തുള്ള എല്ലാ പ്രോബ്ലംസിനും ഒരു പരിഹാരം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിനെ വലിച്ച് ദൂരെ കളയും. മലത്തിനകത്തൂടെയും യൂറിനകത്തൂടെയൊക്കെ ഇത് നന്നായിട്ട് എടുത്ത് കളയും. അതായത് ബാഡ് കൊളസ്ട്രോളിന്, സാച്ചുറേറ്റഡ് ഫാറ്റിന്, അതും ഈ നാരുകളുടെ ഒരു വലിയൊരു ഫങ്ഷനാണ്. അതോടൊപ്പം ഷുഗർ കുറയ്ക്കാൻ ഏറെ സഹായിക്കുന്ന ഒരു നല്ല ഒരു പച്ചക്കറിയുമാണിത്. നമ്മൾക്ക് ഇത് കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും, എങ്കിൽ ഇതിൻ്റെ ഉപയോഗം വളരെയേറെയാണ്. അതുപോലെ വൈറ്റമിൻ കെയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയും മാഗ്നീഷ്യവും കാൽസ്യവും കോപ്പറും അയേണും ഒക്കെ അടങ്ങിയ ഏറ്റവും നല്ല ഒരു പച്ചക്കറി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറില്ല. ഒരു മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ തോരൻ പോലും വല്ലപ്പോഴുമാണ് വരുന്നത്. എല്ലാം ഒരു മെഴുക്ക് പുരട്ടിക്കാണ് നമ്മൾ സാധാരണ വെണ്ടയ്ക്ക ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ദൈനംദിന ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കി ഉപയോഗിക്കാവുന്ന ഒരു ഡ്രിങ്കാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം, ചേരുവകളും മനസ്സിലാക്കാം. നമ്പർ 1 നമുക്ക് വേണ്ടത് വെണ്ടയ്ക്ക തന്നെയാണ്. ഇതെങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ അരിഞ്ഞ് ഒരു 2 മണിക്കൂറൊക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കുക. ഒരു 2 വെണ്ടയ്ക്കൊക്കെ 2-3 വെണ്ടയ്ക്ക മതിയാവും. അത് കഴിയുന്നതും നാടൻ വെണ്ടയ്ക്ക വാങ്ങാൻ നോക്കുക, വിഷമില്ലാത്തത് വാങ്ങാൻ നോക്കുക. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇതിനോടൊപ്പം നമ്മൾ ചേർക്കാനുള്ളത് ചിയാ സീഡാണ്. ഉണ്ടോ? ഇത് മറ്റൊരു സോലുബിൾ ഫൈബറിൻ്റെ കലവറയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ എഫക്റ്റീവ്നെസ്, ഇതിൻ്റെ ആ ഒരു യൂസ്ഫുൾനെസ് കൂടുതലായിട്ട് അധികരിപ്പിക്കാൻ ഈ ഒരു ഡ്രിങ്കിനകത്ത് ഈ ചിയാ സീഡും കൂടെ ചേർക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം അതാണ്. ഇതും സോലുബിൾ ഫൈബർ, ഇതും അതുപോലെ ഈ വെണ്ടയ്ക്കകത്തിരിക്കുന്ന സോലുബിൾ ഫൈബർ. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴും ഒന്നിനൊന്ന് മെച്ചമാവില്ലേ? അതാണ് ഞാൻ ഇതും കൂടെ സെലക്ട് ചെയ്തത്. പിന്നെ ഇത് വെള്ളത്തിനകത്ത് ചേർക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഉലുവ വെള്ളം ചേർത്താൽ കുറേ കൂടെ നല്ലതായിരിക്കും. ഉലുവ വെള്ളത്തിനും സോലുബിൾ ഫൈബറാണ്. അപ്പോൾ ട്രിപ്പിൾ പ്രോപ്പർട്ടീസ് വരുന്നതാണ്. ട്രിപ്പിളായിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസിലെ ആക്ഷൻ വരികയാണ്. ഇപ്പം വെണ്ടയ്ക്കകത്തുണ്ട്, ചിയാ സീഡിലുണ്ട്, അതുപോലെ തന്നെ ഉലുവയുടെ വെള്ളത്തിലും ഇതുണ്ട്. അപ്പോൾ ഉലുവ വെള്ളം കുറച്ച് ഉലുവ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല കൊഴുത്ത വെള്ളം. ഇപ്പം തന്നെ ഈ വെള്ളം നോക്കുക, ഇത് കണ്ടോ? ഇത് ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല. നോക്കൂ,
ഇതാണ് സോലുബിൾ ഫൈബർ. ഇത്ര അമൂല്യമായ സാധനമെന്നറിയാമോ? നമ്മൾ പ്രോബയോട്ടിക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ തൈരിൻ്റെ പുറകെ പോയിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിനോടൊപ്പം നമുക്കൊരു ടേസ്റ്റും അല്ലെങ്കിൽ കുറച്ച് നാരങ്ങാ നീരും ചേർത്ത് കഴിഞ്ഞാൽ, ഇത് നാരങ്ങാ നീരാണ്, അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനിഗർ ചേർക്കുക. ഇത്രയും കൂടെ നമ്മൾ ഒരുമിച്ച് തയ്യാറാക്കി കഴിഞ്ഞാൽ എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നല്ല രുചിയായിരിക്കും കുടിക്കാൻ. കുടിച്ചു കഴിഞ്ഞാൽ വയറിനോ അതിനേക്കാൾ നല്ല സുഖവും, ശരീരത്തിന് ഷുഗർ കുറയ്ക്കാൻ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ, അമിതവണ്ണം കുറയ്ക്കാൻ ഒക്കെ പറ്റിയ ഒരു ഒറ്റമൂലി എന്ന് തന്നെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ നമുക്കിത് ഇതിലേക്കങ്ങ് ചേർത്താൽ മതി. തയ്യാറാക്കാനൊന്നുമില്ല. അപ്പം നാരങ്ങാ നീര് ചേർക്കുന്നു. കണ്ടോ, അടിപൊളി ജെൽ. ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല ഞാനിത് കട്ട് ചെയ്ത് ഒഴിച്ചിട്ട്. അത്ര അതിന് മുമ്പ് തന്നെ ജെല്ലായി കഴിഞ്ഞു. കളയുന്ന കാര്യങ്ങൾ ഇതാ. നമുക്ക് നാരങ്ങാ നീര് ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ചിയാ സീഡും കൂടെ അങ്ങ് ചേർത്താൽ മതി. ചിയാ സീഡ് വെള്ളത്തിലിട്ട്, ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണിത്. കുടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും പലർക്കും. അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെണ്ടയ്ക്ക അങ്ങെടുത്ത് മാറ്റാവുന്നതാണ്. വെള്ളം മാത്രം കുടിച്ചാലും മതിയാവും. പിന്നെ മലബന്ധം കൂടുതലായിട്ടുള്ളവർക്ക് ഈ വെണ്ടയ്ക്കയും കൂടെ കഴിക്കുന്നത് നല്ലതായിരിക്കും. ആ ഇൻസോലബിൾ ഫൈബർ ഇല്ലേ, വെള്ളത്തിൽ അലിയാത്ത നാരുകൾ, അതുകൊണ്ട് കുറച്ച് കിട്ടുന്നത് നല്ലതായിരിക്കും. നമുക്ക് കുടിച്ച് നോക്കാം അല്ലേ. എനിക്ക് ദൈവം സഹായിച്ച് ഷുഗറോ BP യോ കൊളസ്ട്രോളോ ഒന്നുമില്ല, എങ്കിലും നമുക്കൊന്ന് കുടിക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഉണ്ടോ, ജെല്ല് നിറയെ കുടിക്കാൻ എടുക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് ഒരൊറ്റ വലിക്ക് കുടിച്ചാൽ മതി. അതായിരിക്കും നല്ല കാര്യം. പിന്നെ ഇത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഇതിങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇത് അരിച്ചെടുക്കാനും പ്രയാസമാണ്. അതല്ലേ അതിൻ്റെ രസം. ഒരു 2 മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതലിട്ടുകൊണ്ടാണ്. ഞാൻ ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. അപ്പോൾ ഇത് കൂടുതൽ ജെല്ല് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 5-6 അരിഞ്ഞിട്ടതാണ്. ഇത്രയും ഇടേണ്ട ആവശ്യമില്ല. 2 മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഈ സോലുബിൾ ഫൈബേഴ്സിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വൻകുടലിൽ ചെന്നിട്ട് അത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡായിട്ട് മാറും. മൈക്രോഫ്ലോറയുടെ ഭക്ഷണമാവും. അപ്പം ഈ അവിടെ അത് മാത്രമല്ല, ഈ ഫാറ്റി ആസിഡിക് മീഡിയം എന്ന് പറയുമ്പം ചീത്ത ബാക്ടീരിയ എല്ലാം നശിച്ചു പോവുകയും ചെയ്യും. നല്ല ബാക്ടീരിയ വളർന്നു വരികയും ചെയ്യും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ശരീരത്തിലുള്ള ഒരു 50%-ലധികം നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ കൺട്രോൾ ചെയ്യുന്നതും മൈക്രോഫ്ലോറയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ മൈക്രോഫ്ലോറയ്ക്കുള്ള ഭക്ഷണം കൊടുക്കാതെ നമ്മുടെ ശരീരത്തിനുള്ള മറ്റുള്ള കോശങ്ങൾക്കുള്ള ഭക്ഷണമാണ് നമ്മളെന്നും കൊടുക്കുന്നത്. ഇതിന് നമ്മൾ മൈൻഡ് ചെയ്യില്ല. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ഗുരുതരമാവുന്നത്. ഡയബറ്റീസ് തന്നെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണം വേണമെന്ന് ഇപ്പോൾ വലിയ പരസ്യത്തിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. നമ്മളെന്നും ഈ കഴിക്കുന്ന വേവിച്ച ഭക്ഷണത്തിൽ എവിടെയാണ് ഫൈബറുള്ള? ഫൈബർ വളരെ കുറവാണ്. അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ സോലുബിൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, സാലഡ്സ്, നട്ട്സ്, സീഡ്സ്, ഇലക്കറികൾ, നെല്ലിക്ക, ഇതൊക്കെ കഴിക്കണമെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അതിന് അർഹിക്കുന്ന ഒരു ഗൗരവം കൊടുക്കണം. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 ഷുഗർ നന്നായിട്ട് പിറ്റേ ദിവസം കുറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതെല്ലാ ദിവസവും രാത്രി ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, രാത്രി ഭക്ഷണത്തിന് 1 മണിക്കൂറിന് മുന്നേ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോഴാണ് ഇതിൻ്റെ ആക്ഷൻ നല്ലോണം നമ്മുടെ ആ മൈക്രോഫ്ലോറയുടെ അവിടെ എത്തി പറഞ്ഞത് കുടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ വേറൊരു എളുപ്പമുള്ളൊരു മാർഗ്ഗമുണ്ട്. അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് മിക്സിയിലൊന്ന് അടിക്കുക, കുടിക്കുക.
ഷുഗർ പേഷ്യൻസ് എല്ലാം ചെയ്യണം. പിന്നെ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസുലിൻ എടുക്കുന്നവർ സൂക്ഷിച്ചൊക്കെ വേണം ഇതൊക്കെ ചെയ്യാൻ. കാരണം ഇത് ഇൻസുലിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ്, ഷുഗർ ടാബ്ലറ്റ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ എന്താ പറയുക, നിങ്ങൾ അധികമായിട്ട് ഭക്ഷണം കൂടെ കഴിച്ചില്ല എങ്കിൽ പെട്ടെന്ന് ഷുഗർ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഇൻസുലിൻ എടുക്കുന്നവർ ശ്രദ്ധിച്ച് ഇത് കഴിക്കണം. ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കുക. എന്നിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. അതാണ് വേണ്ടത്. ഭക്ഷണം തന്നെയാണ് മരുന്ന്. നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം മരുന്ന് രൂപത്തിൽ ചെല്ലുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമായി നിങ്ങൾ മനസ്സിലാക്കുക. നന്നായിട്ട് വ്യായാമം ചെയ്യുക, യോഗയും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഇവയിലൂടെയൊക്കെ നിങ്ങൾ അതുപോലെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇതിലൂടെ നമ്മളുടെ എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും കൺട്രോൾ ചെയ്യാൻ, അതല്ലെങ്കിൽ വരുതിയിൽ നിർത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.